അനന്തുവിന്റെ മരണത്തിന് പിന്നാലെ നിലമ്പൂരിൽ പ്രതിഷേധം. വഴിക്കടവ് പഞ്ചായത്ത് ഓഫീസിലേക്ക് CPIM മാർച്ച് നടത്തുന്നു. വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ BJP ധർണയും നടത്തുന്നു. വിവരങ്ങളുമായി ദീപക് മലയമ്മയും VS രഞ്ജിത്തും നമുക്കൊപ്പം ചേരുകയാണ്. ദീപക് മലയമ്മ, ഇപ്പോൾ പഞ്ചായത്തിന്റെ ഇക്കാര്യത്തിലെ ഒരു കാര്യക്ഷമതയില്ലായ്മ അത് തുറന്നു കാട്ടുകയാണോ പ്രതിഷേധത്തിലൂടെ CPIM? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. അതിന് പിന്നാലെ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ, പ്രതിഷേധങ്ങൾ, പ്രതിരോധങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്തു. എന്നാൽ വഴിക്കടവ് പഞ്ചായത്ത് ഭരിക്കുന്ന UDF ആണ്. UDFന്റെ അനാസ്ഥയാണ് ഇത്തരത്തിലൊരു മരണത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് LDFന്റെ നിലപാട്. പലതവണ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും ആ തരത്തിൽ കാട്ടുപന്നികളെ വെടിവെക്കാനോ അല്ലെങ്കിൽ വന്യമൃഗശല്യം തടയാനോ ഉള്ള നീക്കങ്ങൾ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. അതുകൊണ്ട് ഉത്തരവാദികൾ എന്ന് പറയുന്നത് കൃത്യമായി പഞ്ചായത്ത് ഭരണസമിതിയാണ് എന്നുള്ളത് തന്നെ പറയുകയും ചെയ്തു LDF. അതിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ വഴിക്കടവ് പഞ്ചായത്ത് ഓഫീസിലേക്ക് LDFന്റെ നേതൃത്വത്തിൽ ഒരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. മാർച്ച് ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസിന് മുൻപിലേക്ക് എത്തി. പോലീസ് നേരത്തെ തന്നെ ബാരിക്കേഡ് കെട്ടി പഞ്ചായത്ത് ഓഫീസിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ മാർച്ച് ഇവിടെ തടയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അല്പസമയത്തിനകം തന്നെ PB അംഗമായ A വിജയരാഘവൻ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. ഒപ്പം തന്നെ രാധാകൃഷ്ണൻ MP ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഗൗരവതരമായി തന്നെ ഈ ഒരു വിഷയത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കാണുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതേസമയം തന്നെ UDFന്റെ നേതൃത്വത്തിലുള്ള സമരങ്ങളും ഇതിനോടകം തന്നെ നടക്കാനിരിക്കുകയാണ്. പ്രധാനമായ ആക്ഷേപം എന്ന് പറയുന്നത് ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ട് ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരവാദിത്വം അത് സർക്കാരിനാണ് എന്നുള്ള നിലപാട് ഭരണസമിതി സ്വീകരിക്കുകയാണ്. എന്നാൽ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാതെയാണ് ഭരണസമിതി ഇത്തരത്തിൽ ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് LDFന്റെ നിലപാട്. പഞ്ചായത്ത് ഭരണസമിതി ഇക്കാര്യത്തിൽ പറയുന്നത് ഇതിനോടകം തന്നെ നിരവധിയായ കാട്ടുപന്നികളെ, അക്രമകാരികളായ കാട്ടുപന്നികളെ വെടിവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ LDF ആ കാര്യത്തിൽ പറയുന്നത് ഷൂട്ടർമാർക്ക് കൃത്യമായി വേതനം നൽകാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ആ പഞ്ചായത്ത് ഭരണസമിതി വേതനം നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള CPIM ഇപ്പോൾ വഴിക്കടവ് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്, പ്രതിഷേധം നടത്തുകയാണ്. അതേസമയം തന്നെ BJPയുടെ പ്രതിഷേധം വനവകുപ്പ് ഓഫീസിന് മുന്നിലാണ്. ധർണ നടത്തുന്നു. അവിടെ ഇപ്പോൾ ഷോൺ ജോർജ് സംസാരിക്കുകയാണ്. VS രഞ്ജിത്ത് നമുക്കൊപ്പം. VS രഞ്ജിത്ത്, വലിയ പ്രതിഷേധമാക്കി, വനംവകുപ്പിനെതിരായ വികാരമാക്കി നിലനിർത്തുകയാണോ ഈ പ്രതിഷേധത്തിലൂടെ BJP അനന്തുവിന്റെ മരണത്തിന് ശേഷമുള്ള സാഹചര്യം? തീർച്ചയായും BJPയും ഈ അനന്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സമരമുഖത്താണ്. BJP പറയുന്നു ഇതിൽ KSCB അല്ല, ഇതിൽ പഞ്ചായത്തല്ല, വനം വകുപ്പാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉത്തരവാദി. കാരണം വനം വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ക്ഷുദ്രജീവികളെ നിയന്ത്രിക്കാനുള്ള നിയമം കർശനമായി നടപ്പാക്കാത്തതുകൊണ്ടാണ് പന്നിക്കണി പോലെയുള്ള അശാസ്ത്രീയമായ മാർഗങ്ങൾ ഉപയോഗിക്കുകയും അതിലൂടെ വരുമാനമുണ്ടാക്കാൻ ഈ പന്നി വേട്ടക്കാരൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വേട്ടക്കണികളിൽപ്പെട്ട് പാവപ്പെട്ടവർ മരിച്ചു വീഴുന്നത് തടയണമെങ്കിൽ വനം വകുപ്പ് അവരുടെ ഉത്തരവാദിത്തം പൂർണ്ണമായി നിർവഹിക്കണമെന്നുള്ളതാണ്. ഈ ധർണ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനാണ്. ഇപ്പോൾ ഈ ധർണയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് BJPയുടെ സംസ്ഥാന സമിതി അംഗവും നേതാവുമായിട്ടുള്ള ഷോൺ ജോർജ് ആണ്. അല്പസമയത്തിനകം ഇതിന്റെ ഉദ്ഘാടന കർമ്മം K സുരേന്ദ്രൻ നിർവഹിക്കും. വഴിക്കടവിലെ അനന്തുവിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ ധർണയുമായി BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ നിലമ്പൂരിലേക്ക് പ്രചാരണത്തിനായി എത്തുന്നതും ഈ പരിപാടിയിലൂടെയാണ്. നമുക്ക് വഴിക്കടവ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് ഒന്നുകൂടി പോകാം. ദീപക് മലയമ്മ, വലിയ രീതിയിൽ ഒരു പ്രതിരോധത്തിലേക്ക് ഇടതുപക്ഷത്തിന് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുകയായിരുന്നു വനമന്ത്രിക്കെതിരായ നേരിട്ടുള്ള ആക്രമണത്തിലൂടെ കോൺഗ്രസും ഒപ്പം UDFും ചെയ്തത്. ഇപ്പോൾ BJPയും വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തുകയാണ്. എങ്ങനെയാണ് CPIM ഇക്കാര്യത്തിൽ മറുപടി നൽകുന്നത്? അത് സത്യം തെളിഞ്ഞപ്പോൾ വന്യമൃഗശല്യം എന്നുള്ള നിലയ്ക്കല്ല ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. വൈദ്യുതി മോഷണത്തിന്റെ ഭാഗമായാണ് ഇത്തരമൊരു ദാരുണമായ സംഭവത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളത് കൃത്യമായി വിശദീകരിക്കുകയാണ് CPIMഉം LDFും എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് അത്തരം പ്രശ്നങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടായില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഇത്തരത്തിലൊരു ബഹുജന പ്രക്ഷോഭം വഴിക്കടവ് പഞ്ചായത്ത് ഓഫീസിലേക്ക് സംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ആ ദൃശ്യത്തിൽ തന്നെ കാണാൻ സാധിക്കും. നിലവിൽ ആ ഒരു പ്രതിഷേധ പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. PB അംഗം A വിജയരാഘവൻ, ഒപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗവും കൂടിയായിട്ടുള്ള MP K രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ തന്നെ ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ വനംവകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്ന പ്രസ്താവനകൾ അത് കണക്കിലെടുത്തുകൊണ്ടാണ് UDF ഉൾപ്പെടെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ LDFനെതിരെ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അത് ആ നിലയ്ക്കല്ല, അതായത് ഒരു ഗൂഢാലോചന എന്നുള്ള ആരോപണം, ആക്ഷേപം വനമന്ത്രി ഉന്നയിച്ചത് അത്
സംഭവം നടന്നതിന് പിന്നാലെ ഉണ്ടായ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ള നിലപാട് പഞ്ചായത്ത് ഓഫീസിലേക്കാണ്, വഴിക്കടവിലാണ് CPI-യുടെ പ്രതിഷേധം നടക്കുന്നത്. വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ BJP-യുടെ ധർണയും നടക്കുന്നു. അങ്ങനെ പ്രതിഷേധം വിരമ്പുകയാണ് അനന്തുവിന്റെ മരണത്തിന് ശേഷം.